അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എന്താണ് പറഞ്ഞത്? ബോറിന്റെ നാലാമത്തെ പോസ്റ്റുലേറ്റ്. എന്താണ് പോസ്റ്റുലേറ്റ്? ഒരു ഇലക്ട്രോൺ ഒരു പെർട്ടിക്കുലർ ഓർബിറ്റലിൽ നിൽക്കുമ്പം, അതായത് ന്യൂക്ലിയസിന് ചുറ്റും ഒന്നാമത്തെ ഓർബിറ്റലിൽ ഒരു ഇലക്ട്രോൺ എങ്ങനെ മൂവ് ചെയ്യാന്ന് വിചാരിക്കുക. അത് ഒരിക്കലും എന്ത് ചെയ്യില്ല, എനർജി അബ്സോർബ് ചെയ്യുകയോ, എനർജിന്റെ മറ്റൊരു പേരാണ് റേഡിയേഷൻ. റേഡിയേഷൻ അബ്സോർബ് ചെയ്യുകയോ എമിറ്റ് ചെയ്യുകയോ ചെയ്യൂല. എപ്പോഴാണ് എമിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എപ്പോഴാണ് എനർജി പുറത്തു വിടുക, അല്ലെങ്കിൽ റേഡിയേഷൻ പുറത്തു വിടുക? ഹയർ ഓർബിറ്റിൽ നിന്ന് ഇലക്ട്രോൺ ലോവർ ഓർബിറ്റിലോട്ട് മൂവ് ചെയ്യുമ്പോൾ എനർജി പുറത്തു വിടും. എന്താ പുറത്തു വിടാൻ കാരണം? ഇപ്പൊ അഞ്ചാമത്തെ ഓർബിറ്റിലുള്ള ഇലക്ട്രോണിന്റെ എനർജി 50 ജൂളാണെന്ന് വിചാരിക്കുക. നാലാമത്തെ ഓർബിറ്റിന്റെ എനർജി 40 ജൂളാണെന്ന് വിചാരിക്കുക. അപ്പൊ അഞ്ചാമത്തെ ഓർബിറ്റിലുള്ള ഇലക്ട്രോൺ നാലാമത്തതിലോട്ട് പോരുമ്പോൾ എന്ത് ചെയ്യും? നാലാമത്തെ എനർജി എത്രയാണ്? ഓർബിറ്റിന്റെ എനർജി 40 മതി. അപ്പൊ 10 പുറത്തു വിടും കേട്ടോ. അഞ്ചാമത്തെ ഓർബിറ്റിന്റെ എനർജി, ഓർബിറ്റിലുള്ള ഇലക്ട്രോണിന്റെ എനർജി 50. നാലാമത്തെ ഓർബിറ്റിന്റെ എനർജി എത്രയാണ്? 40 ആണ്. അപ്പം 5-ന്ന് 4-ലോട്ട് ജമ്പ് ചെയ്യാന്നാ പറയാ. ഇലക്ട്രോൺ മൂവ് ചെയ്യും, അല്ലെങ്കിൽ ജമ്പ് ചെയ്യും, ചാടുമ്പോ എന്ത് ചെയ്യും? അപ്പൊ ഇലക്ട്രോണിന്റെ എനർജി നാലാമത്തെ ഓർബിറ്റിന്റെ എനർജി, അതായത് 40 ജൂളാവും. അപ്പൊ ബാക്കി 10 എന്ത് ചെയ്യും? അത് പുറത്തു വിടും. ഓക്കെ. അപ്പൊ ഹയർ ഓർബിറ്റിൽ നിന്ന് ലോവറിലോട്ട് പോകുമ്പോൾ എനർജി പുറത്തു വിടും. ഇതേപോലെ ലോവർ ഓർബിറ്റിലുള്ള ഇലക്ട്രോൺ ഹയറിലോട്ട് പോകുമ്പോൾ എന്ത് ചെയ്യും? എനർജി അബ്സോർബ് ചെയ്യും. അപ്പോഴേ അബ്സോർബ് ചെയ്യും. ഇലക്ട്രോൺ ഹയർ ഓർബിറ്റിൽ നിന്ന് ലോവർ ഓർബിറ്റിലോട്ട് വരുമ്പോൾ എനർജി പുറത്തു വിടും. അതേപോലെ ലോവർ ഓർബിറ്റിൽ നിന്ന് ഹയർ ഓർബിറ്റിലോട്ട് പോകുമ്പോൾ എനർജി അബ്സോർബ് ചെയ്യും. പക്ഷെ ഒരു പെർട്ടിക്കുലർ ഓർബിറ്റലിൽ മൂവ് ചെയ്യുമ്പോൾ അത് എനർജി അബ്സോർബ് ചെയ്യുകയോ എമിറ്റ് ചെയ്യുകയോ ചെയ്യൂല. അതിന് നമ്മൾ ചുറ്റുവട്ടത്ത് കാണുന്ന എല്ലാം അത് എക്സാമ്പിളാണ്. ഇപ്പൊ ഒരു ബൾബ് ആയിരിക്കും, ഒരു LED ബൾബ്. കറണ്ട് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇലക്ട്രിക്കൽ എനർജി കൊടുക്കുക എന്നാണ് അർത്ഥം. ഞാനൊരു ബൾബ്, ഒരു ഹോൾഡറിൽ ഒരു ബൾബ് ഉണ്ട് നോക്കുക. ഇലക്ട്രിസിറ്റി കൊടുത്തിട്ടില്ലെങ്കിൽ അത് എനർജി അല്ലെങ്കിൽ റേഡിയേഷൻ പുറത്തു വിടുമോ? ഇല്ല. എന്താ പുറത്തു വിടാത്തത്? ആ LED ബൾബിന്റെ ഉള്ളിൽ ആറ്റങ്ങളുണ്ട്. LED ബൾബിന്റെ ഉള്ളിൽ എന്തുണ്ട്? ആറ്റങ്ങളുണ്ട്. ആറ്റങ്ങളിൽ എന്തുണ്ട്? ഇലക്ട്രോണുകളുണ്ട്. ഈ ഇലക്ട്രോൺ ഡിഫറെന്റ് ഓർബിറ്റിൽ മൂവ് ചെയ്യാണ് കേട്ടോ. അപ്പൊ മൂവ് ചെയ്യുമ്പം അതെന്ത് ചെയ്യില്ല, എനർജി പുറത്തു വിടുകയോ അബ്സോർബ് ചെയ്യുകയോ ചെയ്യൂല കേട്ടോ. അതുകൊണ്ട് LED ബൾബ് നമുക്ക് എന്ത് കിട്ടൂല? എനർജി പറഞ്ഞാൽ ഇവിടെ എന്ത് എനർജിയാണ് നമുക്ക് കിട്ടുന്നത്? വിസിബിൾ ലൈറ്റ്. അതേപോലെ ചൂട് കിട്ടും. ചൂട് പറഞ്ഞാൽ IR റേഡിയേഷൻ കേട്ടോ. അപ്പൊ ബൾബ് ഇലക്ട്രിക്കൽ എനർജി കൊടുത്തിട്ടില്ലെങ്കിൽ എന്താണ്? LED ബൾബിന്റെ ഉള്ളിൽ കുറെ ആറ്റങ്ങളുണ്ട്. ഈ ഓരോ ആറ്റങ്ങളിലും ഡിഫറെന്റ് ഓർബിറ്റ് ഉണ്ട്. ഡിഫറെന്റ് ഓർബിറ്റലിൽ ഡിഫറെന്റ് എനർജി ഉള്ള ഇലക്ട്രോൺ മൂവ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം ഒന്നാമത്തെ ഓർബിറ്റലിൽ LED ബൾബിൽ ഒന്നാമത്തെ ഓർബിറ്റലിൽ മൂവ് ചെയ്യുന്ന ഇലക്ട്രോൺ ഒന്നാമത്തെ ഓർബിറ്റലിൽ തന്നെയായിരിക്കും. രണ്ടാമത്തെ ഓർബിറ്റലിൽ രണ്ടാമത്തെ തന്നെ ആയിരിക്കും കേട്ടോ. അതുകൊണ്ട് ഇലക്ട്രിക്കൽ എനർജി കൊടുത്തിട്ടില്ലെങ്കിൽ അതെന്ത് ചെയ്യൂല? വിസിബിൾ ലൈറ്റ്, വിസിബിൾ റേഡിയേഷൻ പുറത്തു വിടൂല. എപ്പോഴാണ് പുറത്തു വിടുക? നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ഇലക്ട്രിക്കൽ എനർജി LED ബൾബിന് കിട്ടും. അപ്പൊ LED ബൾബിലുള്ള ആറ്റങ്ങളിലെ ഡിഫറെന്റ് ഓർബിറ്റലിലുള്ള LED ബൾബിൽ എന്തുണ്ട്? ആറ്റങ്ങളുണ്ട്. ആറ്റങ്ങളിൽ എന്തുണ്ട്? ഡിഫറെന്റ് ഓർബിറ്റ് ഉണ്ട്. ഡിഫറെന്റ് ഓർബിറ്റിൽ എന്താണുള്ളത്? ഇലക്ട്രോൺ ഉണ്ട്. ഈ ഇലക്ട്രോണിന് എനർജി കിട്ടും നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ. അപ്പൊ എന്താ ചെയ്യുക? ലോവർ ഓർബിറ്റിലുള്ള ഇലക്ട്രോണുകൾ എന്ത് ചെയ്യും? ഹയർ ഓർബിറ്റിലോട്ട് പോകും. അതിനെന്ത് വേണം? ഇലക്ട്രിക്കൽ എനർജി വേണം. അതിനാണ് നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുന്നത്. ഇനി ഹയർ ഓർബിറ്റിലുള്ള ഇലക്ട്രോണുകൾ എനർജി അല്ലെ, ഹയർ ഓർബിറ്റിൽ പോകുമ്പോൾ അതിന്റെ എനർജി വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് അതിന് സ്റ്റെബിലിറ്റി കുറവായിരിക്കും. എനർജി കൂടുമ്പോൾ സ്റ്റെബിലിറ്റി കുറയാണ് ചെയ്യുക. അതുകൊണ്ട് അത് എന്ത് ചെയ്യും? ഹയർ ഓർബിറ്റിൽ നിന്ന് താഴോട്ട് തന്നെ വരും. അപ്പൊ എന്ത് ചെയ്യുക? നമ്മൾ കൊടുത്ത ഇലക്ട്രിക്കൽ എനർജി ഉപയോഗിച്ചിട്ട് ലോവർ ഓർബിറ്റലിലുള്ള ഇലക്ട്രോൺ ഹയർ ഓർബിറ്റിലോട്ട് പോകും. പിന്നെന്ത് ചെയ്യും? ഹയർ ഓർബിറ്റിൽ നിന്ന് ആ ഇലക്ട്രോൺ ലോവർ ഓർബിറ്റിലോട്ട് വരുമ്പോൾ എന്ത് ചെയ്യും? എനർജി പുറത്തു വിടും. അതാണ് വിസിബിൾ ലൈറ്റ് എന്ന് പറഞ്ഞത്.
അതേപോലെ LED ബൾബ്, സാധാ ബൾബുകളൊക്കെ ചൂടാവും, LED ബൾബും ചെറുങ്ങനൊക്കെ ചൂടാവും. അപ്പൊ ചൂടാവുമ്പോൾ എന്താ സംഭവിക്കുക? അത് വേറെ എനർജി ആയിട്ടും മാറുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പം അവിടെ ഒക്കെ നടക്കുന്നത് ഇത് തന്നെയാണ് കേട്ടോ. ഹയർ ഓർബിറ്റിൽ നമ്മൾ ഇലക്ട്രിക്കൽ എനർജി കൊടുക്കുമ്പോൾ ബൾബിൽ ലോവർ ഓർബിറ്റിലുള്ള ഇലക്ട്രോണുകൾ ഹയർ ഓർബിറ്റിലോട്ട് പോകും. വീണ്ടും അത് തിരിച്ച് ലോവർ ഓർബിറ്റിലോട്ട് വരുമ്പോൾ അബ്സോർബ് ചെയ്ത ഇലക്ട്രിക്കൽ എനർജി വിസിബിൾ ലൈറ്റ് അല്ലെങ്കിൽ ചൂട് എനർജി ആയിട്ട്, ഹീറ്റ് എനർജി ആയിട്ട് പുറത്തു വിടും. അതേപോലെ തന്നെ നമ്മളെ ഇലകൾ അല്ലെ, പകൽ സമയത്ത് നിങ്ങൾ കണ്ടിട്ടില്ലേ നമ്മളെ ഡ്രസ്സ് വിവിധ നമ്മളെ ഡ്രസ്സിനൊക്കെ ഓരോ കളറില്ല. പകൽ സമയത്ത് നിങ്ങൾ കണ്ടിട്ടില്ലേ കളറ്? രാത്രി ലൈറ്റ് ഒന്നും ഇല്ല എന്ന് വിചാരിക്കുക, നമ്മളെ ഡ്രസ്സിന് എന്തെങ്കിലും കളർ ഉണ്ടോ? ഇല്ല. മരങ്ങൾക്ക്, ഇലകൾക്ക് എന്തെങ്കിലും കളർ ഉണ്ടോ? ഇല്ല. പകലെന്താണ്? പച്ച കളറ് വരും ഇലകൾക്ക് അല്ലെ. അതേപോലെ പല കളറും വരും. ഫ്ലവറിനാണെങ്കിൽ റെഡ് കളറുള്ള ഫ്ലവർ ഉണ്ട്, അങ്ങനെ പല കളറുള്ള ഫ്ലവർ ഉണ്ട്. അപ്പൊ എന്താണ് സംഭവിക്കുന്നത്? രാത്രി ഇരുട്ടത്ത് ഇതിനൊന്നും കളറില്ല. അപ്പൊ എന്താ സംഭവിക്കുന്നത്? പകൽ സമയത്ത് സൺലൈറ്റ് ഈ പച്ചിലമ്മല് തട്ടും. അപ്പൊ പച്ചിലമ്മല് എന്തുണ്ട്? ആറ്റങ്ങളുണ്ട്. ആറ്റങ്ങളിൽ എന്തുണ്ട്? ഓർബിറ്റ് ഉണ്ട്. ഓർബിറ്റിൽ എന്താണുള്ളത്? ഇലക്ട്രോൺ ഉണ്ട്. ഈ ഇലക്ട്രോൺ എന്ത് ചെയ്യും? സൺലൈറ്റിൽ നിന്നുള്ള എനർജി സ്വീകരിക്കുമ്പോൾ അത് ഹയർ ഓർബിറ്റിലോട്ട് പോകും. അപ്പൊ ഹയർ ഓർബിറ്റിൽ അത് നിൽക്കൂല, അപ്പൊ വീണ്ടും തിരിച്ചു വരും. അപ്പൊ എന്ത് ചെയ്യും? ലോവർ ഓർബിറ്റിലോട്ട് പോകുമ്പോൾ എനർജി പുറത്തു വിടും. അത് ഗ്രീനിന്റെ റേഞ്ചിലാണെങ്കിൽ ഗ്രീൻ കളർ കാണിക്കും കേട്ടോ. അങ്ങനെ റെഡിന്റെ റേഞ്ചിലാണെങ്കിൽ റെഡ് കളർ കാണിക്കും കേട്ടോ. അപ്പം എന്താണ്? രാത്രി സമയങ്ങളിൽ കളറില്ല. കാരണം എന്താണ്? കളറില്ല കാരണം എന്താണ്? രാത്രി സമയങ്ങളിൽ ഇലകൾക്ക് അല്ലെങ്കിൽ നമ്മളെ ഡ്രസ്സിനൊന്നും എനർജി കിട്ടുന്നില്ല. എനർജി കിട്ടുമ്പോൾ എന്ത് ചെയ്യും? നമ്മളെ ഡ്രസ്സിലുള്ള ആറ്റങ്ങളിലെ ലോവർ ഓർബിറ്റിലുള്ള ഇലക്ട്രോണുകൾ ഹയർ ഓർബിറ്റിലോട്ട് പോകും. എന്നിട്ട് ഹയർ ഓർബിറ്റിൽ നിന്ന് ലോവർ ഓർബിറ്റിലോട്ട് പോകുമ്പോൾ എനർജി പുറത്തു വിടും. ആ എനർജിക്ക് ഒരു കളർ ഉണ്ടാവും, ആ കളറാണ് നമ്മൾ കാണുന്നത്. ഓക്കെ, അപ്പൊ അവിടെ ഒക്കെ നടക്കുന്നത് ബോറിന്റെ 4ാമത്തെ പോസ്റ്റുലേറ്റ് ആണ്. അപ്പൊ ഇതാണ് പറയുന്നത് കേട്ടോ. അപ്പൊ കുറച്ച് എക്സാമ്പിൾ പറഞ്ഞു തന്നുള്ളൂ. ഇതാണ് ആസ് ലോങ് ആസ് ഇലക്ട്രോൺ റിമെയിൻസ് ഇൻ എ പെർട്ടിക്കുലർ ഓർബിറ്റ്. ഒരു പെർട്ടിക്കുലർ ഓർബിറ്റലിൽ ഇലക്ട്രോൺ നിൽക്കുന്ന കാലത്തോളം, ആസ് ലോങ് ആസ് പറഞ്ഞ ടൈമാണ്, ആസ് ലോങ് ആസ് ഇലക്ട്രോൺ റിമെയിൻസ് ഇൻ എ പെർട്ടിക്കുലർ ഓർബിറ്റ്. ഒരു പെർട്ടിക്കുലർ ഓർബിറ്റ്, അതായത് 1ാമത്തെ ഓർബിറ്റ് ആണെങ്കിൽ 1ാമത്തെ ഓർബിറ്റിൽ എത്ര കാലം നിൽക്കുന്നുവോ അത്രയും കാലം ഇറ്റ് ഡസ് നോട്ട് അബ്സോർബ് ചെയ്യൂല, ഓർ എമിറ്റ് പുറത്തു വിടൂല എനർജിന്റെ മറ്റൊരു പേരാണ് റേഡിയേഷൻ. ഓക്കെ, ഇനി വെൻ ഇലക്ട്രോൺ ജമ്പ് ഫ്രം എ ലോവർ ഓർബിറ്റ് ടു ഹയർ ഓർബിറ്റ് ഇറ്റ് അബ്സോർബ് എനർജി. ആൻഡ് വെൻ ഇലക്ട്രോൺ ജമ്പ് ഫ്രം ഹയർ ഓർബിറ്റ് ടു ലോവർ ഓർബിറ്റ് ഇറ്റ് എമിറ്റ് എനർജി. നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. ഓക്കെ, അപ്പം ഒരു പെർട്ടിക്കുലർ ഓർബിറ്റലിൽ ഇലക്ട്രോൺ നിൽക്കുന്ന കാലത്തോളം അത്രയും സമയം എനർജി പുറത്തു വിടൂല്ല, അബ്സോർബ് ചെയ്യുകയില്ല. ഹയർ ഓർബിറ്റിൽ നിന്ന് ലോവർ ഓർബിറ്റിലോട്ട് ഇലക്ട്രോൺ വരുമ്പോൾ എനർജി പുറത്തു വിടും, എമിറ്റ് ചെയ്യും. അതേപോലെ ലോവർ ഓർബിറ്റിൽ നിന്ന് ഹയർ ഓർബിറ്റിലോട്ട് വരുമ്പോൾ എനർജി അബ്സോർബ് ചെയ്യും. ഓക്കെ, ഇനി 5ാമത്തെ പോസ്റ്റുലേറ്റ്, അതാണ് ലാസ്റ്റ് പോസ്റ്റുലേറ്റ്. ദ ഫ്രീക്വൻസി ഓഫ് റേഡിയേഷൻ അല്ലെങ്കിൽ എനർജി അബ്സോർബ്ഡ് ഓർ എമിറ്റഡ് വെൻ ഇലക്ട്രോൺ ജമ്പ് ഫ്രം വൺ ഓർബിറ്റ് ടു അനദർ. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ബൾബിലോട്ട് ഇലക്ട്രിക്കൽ എനർജി കൊടുക്കും. ഇലക്ട്രിക്കൽ എനർജി കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും? ലോവർ ഓർബിറ്റിലുള്ള ഇലക്ട്രോൺ ഹയർ ഓർബിറ്റിലോട്ട് പോകും. അപ്പം ഈ ഹയർ ഓർബിറ്റിൽ ഇലക്ട്രോണിന്റെ എനർജി കൂടുതലാണ്, അതുകൊണ്ട് അത് സ്റ്റേബിൾ ആണ്, അതുകൊണ്ട് അത് എന്ത് ചെയ്യും? ലോവർ ഓർബിറ്റിലോട്ട് തന്നെ വരും. അപ്പം അബ്സോർബ് ചെയ്ത എനർജി എന്ത് ചെയ്യും? അത് പുറത്തു വിടും. ആ പുറത്തു വിടുന്ന എനർജിക്ക് ഒരു ഫ്രീക്വൻസി ഉണ്ടാവും, ഒരു ഫ്രീക്വൻസി. അപ്പൊ ഫ്രീക്വൻസി അത് കേട്ടോ, ഇവിടെ ഫ്രീക്വൻസി എന്താണെന്നും ഇവിടെ ആവശ്യമില്ല. അപ്പൊ എല്ലാ എനർജിക്കും എന്തുണ്ട്? ഒരു ഫ്രീക്വൻസി ഉണ്ട് കേട്ടോ. വേവ് ലെങ്ത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, വേവ് ലെങ്ത് കേട്ടോ, വേവ് ലെങ്ത്. അപ്പൊ എനർജി എന്തായിട്ടാണ് മൂവ് ചെയ്യുന്നത്? റേഡിയേഷൻ വേവ് ആയിട്ടാണ്. അപ്പം വേവിന് വേവ് ലെങ്ത് ഉണ്ട്, അതേപോലെ ഫ്രീക്വൻസി ഉണ്ട്. വേവ് ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നും ഇവിടെ പറയേണ്ട ആവശ്യമില്ല. അതേപോലെ ഫ്രീക്വൻസി കേട്ടോ, വേവ് ലെങ്ത് ഉണ്ടാവും. എനർജിക്ക് വേവ് ലെങ്ത് ഉണ്ട്, അതായത് ഒരു വേവ്, എനർജി എന്ന് പറഞ്ഞാൽ വേവ് ആയിട്ടാണ് മൂവ് ചെയ്യുന്നത്. വേവിന് വേവ് ലെങ്ത് ഉണ്ട്, അതേപോലെ ഫ്രീക്വൻസി കേട്ടോ. അപ്പം ഈ ബൾബിൽ നിന്ന് പുറത്തു വരുന്ന ഇലക്ട്രിക്കൽ എനർജി നമ്മൾ കൊടുക്കുമ്പം ലോവർ ഓർബിറ്റിൽ നിന്ന് ഹയർ ഓർബിറ്റിലോട്ട് വരും.
ഈ ഹയർ ഓർബിറ്റിൽ നിന്ന് ലോവർ ഓർബിറ്റ് നമ്മൾ എനർജി കൊടുക്കുമ്പോൾ, ഇലക്ട്രിക്കൽ എനർജി കൊടുക്കുമ്പോൾ ലോവർ ഓർബിറ്റിൽ നിന്ന് ഹയർ ഓർബിറ്റിലോട്ട് പോകും. അവിടെ അത് അൺസ്റ്റേബിൾ ആണ്, അതുകൊണ്ട് അത് വീണ്ടും ലോവർ ഓർബിറ്റിലോട്ട് വരുമ്പം അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റേഡിയേഷൻ ആണ് പുറത്തു വരിക. അപ്പൊ ബൾബിന്റെ കേസിലൊക്കെ നമ്മുടെ ഉദ്ദേശം എന്താണ്? വിസിബിൾ ലൈറ്റ് കിട്ടണമെന്നാണ്, നമുക്ക് വെളിച്ചുണ്ടാകാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പം വിസിബിൾ ലൈറ്റ് വരും. ആ വിസിബിൾ ലൈറ്റ് പറഞ്ഞാൽ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ആണ്. ഈ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ഒരു ഫ്രീക്വൻസി ഉണ്ട്. ഈ ഫ്രീക്വൻസി കാൽക്കുലേറ്റ് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം ബോർ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ബോർ എന്ത് ചെയ്തു? ഹൈഡ്രജൻ ആറ്റത്തിന് എനർജി കൊടുത്തു. അപ്പൊ എനർജി കൊടുക്കുമ്പോൾ എന്താ ചെയ്യുക? ഡിഫറെന്റ് ഓർബിറ്റലിലുള്ള ഇലക്ട്രോണുകൾ ലോവർ ഓർബിറ്റിൽ നിന്ന് ഹയർ ഓർബിറ്റിലോട്ട് പോയി. ഇനി ഹയർ ഓർബിറ്റൽ ഇലക്ട്രോൺ നിൽക്കില്ല, തിരിച്ച് ലോവർ ഓർബിറ്റലിലോട്ട് തന്നെ വരും. അപ്പം എനർജി അല്ലെങ്കിൽ റേഡിയേഷൻ പുറത്തുവിടും. ആ റേഡിയേഷൻ ഒരു ഫ്രീക്വൻസി ഉണ്ടാവും. ആ ഫ്രീക്വൻസി അദ്ദേഹം കാൽക്കുലേറ്റ് ചെയ്തു, അതിനൊരു ഇക്വേഷൻ ഉണ്ടാക്കി അദ്ദേഹം കാൽക്കുലേറ്റ് ചെയ്തു. അത് കറക്റ്റാണ്. ആ എമിറ്റ് ചെയ്യുന്ന റേഡിയേഷന് ഇക്വേഷൻ അദ്ദേഹം ഉണ്ടാക്കിയ ഇക്വേഷൻ ഹൈഡ്രജൻ ആറ്റത്തിന്റെ കേസിൽ കറക്റ്റ് ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് ഇക്വേഷൻ. ന്യൂ എന്നാണ് ഞാൻ ഇവിടെ എഴുതിയിട്ട്. ന്യൂ, ഇത് വി എന്നല്ല, ന്യൂ, ഗ്രീക്ക് ലെറ്റർ ന്യൂ, NU ഈക്വൽ ടു E2 മൈനസ് E1 ബൈ H എന്നാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ട് വി, ന്യൂ എന്നാണ് വായിക്കുക. അതെന്താണ്? ഫ്രീക്വൻസി ഓഫ് റേഡിയേഷൻ അബ്സോർബ്ഡ് എമിറ്റഡ്. ഇലക്ട്രോൺ അബ്സോർബ് ചെയ്യുന്ന ഇലക്ട്രിക്കൽ എനർജിയാണ് നമ്മൾ ബൾബിന് കൊടുക്കുമ്പോൾ ഇലക്ട്രിക്കൽ എനർജിയാണ് അത് അബ്സോർബ് ചെയ്യുന്നത്. അതിനൊരു ഫ്രീക്വൻസി ഉണ്ടാവും, അതിന് ന്യൂ ആണെന്ന് പറയാം. അതേപോലെ ഇലക്ട്രോൺ ഹയർ ഓർബിറ്റിൽ നിന്ന് ലോവർ ഓർബിറ്റിലോട്ട് പോകുമ്പോൾ എനർജി പുറത്തുവിടും, അതിനൊരു ഫ്രീക്വൻസി ഉണ്ടാവും കേട്ടോ, അതിന് ന്യൂ ആണെന്നാണ് പറയാം കേട്ടോ. അപ്പം ഫ്രീക്വൻസി ഓഫ് റേഡിയേഷൻ അബ്സോർബ്ഡ് ഓർ എമിറ്റഡ്. E1 എന്നാണ് എനർജി ഓഫ് ഇലക്ട്രോൺ ഇൻ ദി ലോവർ ഓർബിറ്റ്. E2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനർജി ഓഫ് ഇലക്ട്രോൺ ഇൻ ദി ഹയർ ഓർബിറ്റ് എന്നാണ് കേട്ടോ. ഞാനിവിടെ ലോവർ ഓർബിറ്റ് എന്നാണ് എഴുതിയത്. E1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോവർ ഓർബിറ്റ് ആണ്. E2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഹയർ ഓർബിറ്റ് എന്നാണ് കേട്ടോ. E2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഹയർ ഓർബിറ്റ്. അപ്പൊ ഇവിടെ ലോവർ എന്നുള്ള ഇങ്ങോട്ട് ഹയർ എന്നാക്കണം കേട്ടോ. ഇവിടെ ലോവർ തന്നെയാണ്. E1 എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ഓർബിറ്റ്, E2 എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ഓർബിറ്റ് കേട്ടോ. ഓർബിറ്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം മൂന്നാമത്തെ ഓർബിറ്റ് ആണെങ്കിൽ ഇവിടെ E3 എന്ന് വരും, നാലാമത്തെ ആണെങ്കിൽ ഇവിടെ E4 എന്ന് വരും കേട്ടോ. അപ്പൊ ഏതാണോ E1 E2 എന്ന് പറയുമ്പോൾ 2 ആണ് നമ്മൾ ഹയർ ആയിട്ട് എടുക്കുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ E1 എന്നുള്ളടത്ത് എനർജി ഓഫ് ഇലക്ട്രോൺ ഇൻ ദി ലോവർ ഓർബിറ്റ് എന്ന് കൊടുക്കുക. ഇവിടെ എനർജി ഓഫ് ഇലക്ട്രോൺ ഇൻ ദി ഹയർ ഓർബിറ്റ് എന്നാണ് ഇവിടെ കൊടുക്കേണ്ടത് കേട്ടോ. അപ്പം ഇതാണ് കേട്ടോ. H എന്ന് പറഞ്ഞാൽ പ്ലാങ്ക് കോൺസ്റ്റന്റ് ആണ്. അപ്പം പ്ലാങ്ക് കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ന്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? E2 മൈനസ് E1 ഡിവൈഡഡ് ബൈ H. ഇപ്പൊ രണ്ടാമത്തെ ഓർബിറ്റിന്റെ എനർജി 20 ജൂളാണെന്ന് വിചാരിക്കുക, ഒന്നാമത്തെ ഓർബിറ്റിന്റെ 10 ജൂളാണെന്ന് വിചാരിക്കുക കേട്ടോ. അങ്ങനെയാണെങ്കിൽ 20 മൈനസ് 10 ഡിവൈഡഡ് ബൈ H. Hന്റെ വാല്യൂ, H എന്ന പ്ലാങ്ക് കോൺസ്റ്റന്റ് ആണ്, അതിനൊരു ഡെഫിനിറ്റ് വാല്യൂ ഉണ്ട് കേട്ടോ. 6.626 ഇൻറ്റു 10⁻⁻34 എന്നാണ്. അതിവിടെ ആവശ്യമില്ല, അതുകൊണ്ട് ഇവിടെ ഞാൻ അത് പറയുന്നില്ല. അപ്പൊ E2 മൈനസ് E1 ഡിവൈഡഡ് ബൈ H പ്ലാങ്ക് കോൺസ്റ്റന്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 20 മൈനസ് 10 ഡിവൈഡഡ് ബൈ പ്ലാങ്ക് കോൺസ്റ്റന്റ് വാല്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ നമുക്ക് ഫ്രീക്വൻസി കിട്ടും. അപ്പം രണ്ടാമത്തെ ഓർബിറ്റിൽ നിന്ന് ഒരു ഇലക്ട്രോൺ ഒന്നാമത്തിലോട്ട് ജമ്പ് ചെയ്ത് കഴിഞ്ഞാൽ എനർജി പുറത്തുവിടും, അല്ലെങ്കിൽ റേഡിയേഷൻ പുറത്തുവിടും. അതിനൊരു ഫ്രീക്വൻസി ഉണ്ടാവും. ആ ഫ്രീക്വൻസിയാണ് ഇവിടെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് കേട്ടോ. അപ്പൊ ഇതാണ് അഞ്ചാമത്തെ പോസ്റ്റുലേറ്റ്. എന്താണ്? ദ ഫ്രീക്വൻസി ഓഫ് റേഡിയേഷൻ or energy absorbed or emitted when electron jump from one orbit to another is given by nu equal to E2 minus E1 by H. അപ്പോൾ ഇവിടെ ന്യൂ എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി ഓഫ് റേഡിയേഷൻ അബ്സോർബ്ഡ് ഓർ എമിറ്റഡ് എന്നാണ്. ഈവൻ എന്ന് പറഞ്ഞാൽ ലോവർ ഓർബിറ്റ് ആണ്, എനർജി ഓഫ് ലോവർ ഓർബിറ്റ്. E2 എന്ന് പറഞ്ഞാൽ എനർജി ഓഫ് ഹയർ ഓർബിറ്റ്. ഇവിടെ ലോവർ എന്നുള്ളത് ഹയർ എന്നാക്കണം. ഇതിന്റെ PDF നോട്ടൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യും, അപ്പൊ അതിൽ കറക്റ്റ് ആയിട്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ എഴുതുമ്പോൾ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക. പക്ഷെ ഞാൻ PDF നോട്ടിൽ ഇത് കറക്റ്റ് ചെയ്തിരിക്കും കേട്ടോ. അപ്പോൾ പ്രശ്നമാക്കണ്ട. H എന്ന് പറഞ്ഞാൽ പ്ലാങ്ക് കോൺസ്റ്റന്റ്. അപ്പൊ ഇങ്ങനെ 5 പോസ്റ്റുലേറ്റുകളാണ് ഉള്ളത്. ഓരോ പോസ്റ്റുലേറ്റ് നിങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ചിരിക്കണം, ബൈഹാർട്ട് ചെയ്തിരിക്കണം കേട്ടോ. അപ്പം ആറ്റത്തിനെ കുറിച്ച് റൂദർഫോർഡ് പറഞ്ഞതിനായിട്ടും കുറച്ചുകൂടി കൂടുതൽ ഇൻഫോർമേഷൻ, കുറച്ചുകൂടി കൂടുതൽ കാര്യങ്ങൾ ആര് പറഞ്ഞു? ബോർ പറഞ്ഞു. ഓക്കെ.